ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്രമന്ത്രിയെ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കേന്ദ്രമന്ത്രി ആയ ജോർജ് കുര്യനെയാണ് തടഞ്ഞത്. മുതലപ്പുഴയിൽ ഇന്ന് രാവിലെ ജോർജ് കുര്യൻ സന്ദർശനത്തിന് എത്തിയിരുന്നു. നിരന്തരം അപകടമുണ്ടാകുന്ന ഇവിടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും എത്തിയിരുന്നു. ഇന്ന് കേന്ദ്രമന്ത്രി എത്തിയതിന് ശേഷം അവിടെ ഒരു യോഗം നടന്നു. യോഗത്തിന് ശേഷം തിരിച്ചു പോകാൻ തുടങ്ങിയ മന്ത്രിയുടെ വാഹനമാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2 ദിവസമായി അവിടെ പ്രതിഷേധ പരിപാടികളുണ്ടായിരുന്നു. ആ പ്രതിഷേധ പരിപാടിക്ക് എത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ ഈ മന്ത്രിയുടെ വാഹനം തടഞ്ഞത്. തുടർന്ന് അവിടേക്ക് ബി.ജെ.പിയുടെ പ്രവർത്തകരും എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി മന്ത്രിയുടെ വാഹനം കടത്തിവിട്ടു. അതിനുശേഷം അവിടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ കുഴഞ്ഞു വീണതായിട്ടും ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മന്ത്രിമാരെ തടയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏതാണ്ട് 1 മാസമേ ആകുന്നുള്ളൂ കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ സ്ഥാനമേറ്റിട്ട്. അതിനിടയിലാണ് അദ്ദേഹം ഈ മുതലപ്പുഴയിൽ എത്തിയത്. 2 കേന്ദ്രമന്ത്രിമാരാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ മുതലപ്പുഴയിൽ എത്തുകയും അതിന് ഈ വേണ്ട ദുരന്ത കാരണങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾക്കുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു. ഈ അവസ്ഥയിലാണ് കോൺഗ്രസ് കേന്ദ്രമന്ത്രിയെ തടയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായി തന്നെ ഉള്ളൊരു നീക്കമായി തന്നെയാണ് ബി.ജെ.പി ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.